അപ്പം ജർമ്മനിയിലേക്ക് ഇപ്പം പ്ലാൻ ചെയ്യുന്ന ഒരാളോട് കറണ്ട് സിറ്റുവേഷൻ ജർമ്മനി നമുക്ക് എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇത് നമ്മളെനിക്കൊന്ന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരു സ്വർഗ്ഗരാജ്യമാണെന്ന് വെച്ചിട്ട് ആരും അങ്ങോട്ട് പോകണ്ട. ജർമ്മനിയിൽ ആഭ്യന്തര കലാപം നടക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്തേക്ക് ഐ ഡോണ്ട് തിങ്ക് സോ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ആ എൻക്വയറി ചെയ്യുന്ന അധികം ആൾക്കാരും 50%, 55% വെച്ചിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എടുത്ത് തരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വി ഡോണ്ട് ഡു ഇറ്റ്. നമുക്ക് ഇനിയിപ്പം സയൻസിൻ്റെ സൈഡിലേക്ക് വരാം. ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വിട്ട് സയൻസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് സയൻസ്, ഫുഡ് ടെക്നോളജി ആ ഒരു സൈഡ്സിലെ സ്റ്റുഡൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വിൻ്ററിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. സമ്മറിൽ ആക്ച്വലി ഇവർക്കൊക്കെ ഓപ്ഷൻസ് തീരെ കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫുഡ് സയൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫുഡ് ടെക്നോളജി എനിക്ക് തോന്നുന്നു ആകെ ഒരു കോഴ്സ് എങ്ങാനെ ഫ്ലെൻസ്ബർഗ്, ഐ ഡോണ്ട് റിമെമ്പർ ദ യൂണിവേഴ്സിറ്റി ആക്ച്വലി, ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഫുഡ് സയൻസിൻ്റെ കോഴ്സ് സ്പെസിഫിക് ആയിട്ട് വരുന്നുള്ളൂ. വിൻ്ററിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും അധികം ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കോഴ്സസ് വരുന്നത്. ഫുഡ് ക്വാളിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ബെയ്റൂത്തിൽ ഒരു കോഴ്സ് വരുന്നുണ്ട്, ആൻഡ് ഹോഹൻഹീമിൽ കുറേ കോഴ്സസ് വരുന്നുണ്ട് ആക്ച്വലി. സോ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അവർക്ക് എപ്പോഴും നോക്കാൻ നല്ലത് വിൻ്റർ ഇൻടേക്ക് തന്നെയാണ്. ഇപ്പം കെമിസ്ട്രി, ഫിസിക്സ് പോലത്തെ 3 ഇയർ ഡിഗ്രീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമ്മറിലും ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് കിട്ടുന്നത് വിൻ്ററിലായിരിക്കും. ഇപ്പോൾ കെമിസ്ട്രി, ഇഫ് യു റിമെമ്പർ ലാസ്റ്റ് ഇയർ നമുക്ക് 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. PG കഴിഞ്ഞതാണ് ആക്ച്വലി, MSc കെമിസ്ട്രി കഴിഞ്ഞാണ്. ഐ തിങ്ക് ദേ ഗോട്ട് ഇൻ ടു ദാറ്റ് FAIR ലാംഗിലുള്ളൊരു എലൈറ്റ് പ്രോഗ്രാം ഉണ്ട് അല്ലേ, അഡ്വാൻസ്ഡ് മെറ്റീരിയൽ പ്രോസസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതിന് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ആർ എലിജിബിൾ ഫോർ എ ഫുൾ വേവർ സ്കോളർഷിപ്പ് അല്ലേ. ആ സ്കോളർഷിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് തന്നെ ആവശ്യമില്ല. പക്ഷെ അത് കിട്ടുക അത്ര എളുപ്പമല്ല, പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു റിസർച്ച് പ്രപ്പോസലൊക്കെ ഇത് ചെയ്യേണ്ടതുണ്ട്. ബട്ട് സ്റ്റുഡൻസ് ഹാവ് ഓപ്ഷൻ ലൈക്ക് ദാറ്റ്. സമ്മറിൽ അങ്ങനത്തെ ഓപ്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. വിൻ്ററിലാണ് അങ്ങനെയുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ കുറച്ച് കൂടുതലുള്ളത്. ഓക്കെ, നമുക്കിതിപ്പം ജർമ്മൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം സ്റ്റുഡൻസ് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് യൂറോപ്പിൽ മൊത്തത്തിലൊരു വാർ സിനാരിയോ, കുറേ ഇഷ്യൂസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, എക്കണോമിക് ക്രൈസിസ് എല്ലാം ഉണ്ട്. അപ്പം ജർമ്മനിയിലേക്ക് ഇപ്പം പ്ലാൻ ചെയ്യുന്ന ഒരാളോട് കറണ്ട് സിറ്റുവേഷൻ ജർമ്മനി നമുക്ക് എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? എന്താണ് അവിടുത്തെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ്, അങ്ങനത്തെ കേസിലൊക്കെ ഉള്ള എല്ലാവരുടെയും ഒരു കൺസേൺ ആണല്ലോ അത് പോകുമ്പോൾ എപ്പോഴും. ഓക്കെ, ഇത് നമ്മളെനിക്കൊന്ന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതൊരു സ്വർഗ്ഗരാജ്യമാണെന്ന് വെച്ചിട്ട് ആരും അങ്ങോട്ട് പോകണ്ട. ദാറ്റ് ഈസ് ദെയർ. എക്കണോമിക് സ്ലോ ഡൗൺ ഡെഫിനറ്റായിട്ടുണ്ട്, റിസഷൻ്റെ വക്കിൽ നിൽക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും അവിടെയുണ്ട്. അതായത് സാധാരണ എല്ലാ എക്കണോമീസും ഫേസ് ചെയ്യാറുള്ള പോലെ തന്നെ എല്ലാ ഇഷ്യൂസും ജർമ്മനിയിലുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്നപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാകും, വോക്സ് വാഗൻ അത്രയധികം എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്തു, കമ്പനീസ് പൂട്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഏതൊരു ഐ ഡോണ്ട് റിമെമ്പർ എവിടെയാണ് കണ്ടതെന്നുള്ള, ജർമ്മനിയിൽ ആഭ്യന്തര കലാപം നടക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്തേക്ക് ഐ ഡോണ്ട് തിങ്ക് സോ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. വൈ? ബിക്കോസ് അവരുടെ ഒരു എക്കണോമി സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ദേ റിക്വയർ പീപ്പിൾ. അതുകൊണ്ടായിരിക്കും മേ ബി ഓപ്പർച്യൂണിറ്റി കാർഡിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. ഇപ്പോൾ വർക്ക് വിസയുടെ കേസിലാണെങ്കിൽ ദേ ഹാവ് ഇൻക്രീസ് ഫ്രം 20,000 to 90,000, റൈറ്റ്? സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് വേണം, സോ സ്റ്റുഡൻസിനെയും അവർക്ക് വേണം. പക്ഷേ ഞാൻ പേഴ്സണലി നമ്മൾ പറയുന്ന സമയത്തേക്ക് ഇപ്പോൾ അടുത്തൊരു UK ആക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എല്ലാവരും കയറിപ്പോയിട്ട് അവിടെ ഇപ്പോൾ ബേർലിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പാർട്ട് ടൈം ഒക്കെ കിട്ടാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ബേർലിൻ, മ്യൂണിക്ക് പോലത്തെ സ്ഥലങ്ങളാണ്. ലിവിങ്ങും കോസ്റ്റ്ലി ആണ്, അതേസമയം ജോബ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ പോയ സ്റ്റുഡൻസ് തന്നെ നമ്മളെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഭയങ്കര ഒരു എല്ലാം ഓക്കെയാണ്, ജർമ്മനി എല്ലാം സെറ്റാണ്, അങ്ങനെയൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് കമ്മിങ് വിത്ത് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും യു ഹാവ് ദർ. ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന കൺട്രീസിലൊന്ന് ഇന്നിപ്പോഴും ജർമ്മനി തന്നെയാണ്. അവരുടെ എക്കണോമി നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് ബൗൺസ് ബാക്കിംഗ് കപ്പാസിറ്റി ഉള്ളൊരു എക്കണോമി തന്നെയാണ്, റൈറ്റ്? ഡെഫിനറ്റായിട്ടും ദേ ഹാവ് എ പ്രോബ്ലംസ്, അതായത് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷേ എന്നാലും ബൗൺസ് ബാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു എക്കണോമി തന്നെയാണ്. ഇപ്പോഴും അവർ വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ദേ ആർ കണ്ടിന്യൂയിങ് ഇൻ ദാറ്റ് പൊസിഷൻ അല്ലേ. സോ ഇറ്റ് ഈസ് ദർ. ഇപ്പോൾ ഫീഡ്ബാക്കിൻ്റെ കേസ് പറഞ്ഞു സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ പല ഏരിയാസിൽ നമ്മുടെ സ്റ്റുഡൻസ് പോയിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സൈഡിൽ പോയ സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി സൈഡിലൊക്കെ പോയാൽ. അപ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്കിലൊക്കെ നോക്കുമ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസിനോട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ഇതിൽ സംസാരിക്കുന്നത് പറയുമല്ലോ, അവരോട് അടുത്ത് വരുന്ന സ്റ്റുഡൻസിനോട് പ്രിപ്പയർ ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കവർ ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നൊക്കെ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ സ്റ്റുഡൻസ് സംസാരിക്കുമ്പോൾ അവർ എപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്. വരുന്ന ആൾക്കാരാണെങ്കിൽ
ഡീറ്റെയിൽ ആയിട്ടൊരു പ്രിപ്പറേഷൻ മാൻഡേറ്ററി ആണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു പല സ്റ്റുഡൻസും വിളിച്ചിട്ട് പറയാറുള്ളതെന്ന് വെച്ചാൽ, ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഞങ്ങളും കൂടെ ഇൻപുട്ട് തരാം, അതും കൂടെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം വിടുക എന്നുള്ള രീതിയിലേക്ക് പല സ്റ്റുഡൻസും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുമ്പം എനിക്ക് തോന്നുന്നു ഫുഡിൻ്റെയൊക്കെ കേസിൽ അവർ പറഞ്ഞത് ഫുഡ് ടെക്നോളജി, ഇപ്പോൾ ബയോടെക്നോളജി ഒക്കെ എടുത്ത ആൾക്കാർ ഫുഡ് ടെക്നോളജി കോഴ്സസ് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് എപ്പോഴോ ഫുഡ് ടെക്നോളജി ഒരു സബ്ജക്റ്റ് പഠിച്ചതെന്ന് വെച്ചിട്ട് ആരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഇൻഡെപ്ത് ആണ് കോഴ്സസ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ നമ്മുടെ മറ്റേ എയറോസ്പേസിൻ്റെ അല്ലേ. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എപ്പോഴും വന്നിട്ട് പറയും എനിക്ക് ഓട്ടോമൊബൈൽ സൈഡ് പോകണം, അല്ലെങ്കിൽ എയറോസ്പേസ് സൈഡ് പോകണം. നമ്മളൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ്, അവർക്ക് എനിക്ക് തോന്നുന്നു കൊടുത്ത പ്രൊജക്റ്റാണ്, ഫസ്റ്റ് മന്ത് കൊടുത്ത പ്രൊജക്റ്റാണ്, ആദ്യത്തെ 10 ദിവസത്തിൽ കൊടുത്ത പ്രൊജക്റ്റാണ്, ഒരു സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആള് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഫൈനൽ ഇയർ ആകെ ബിടെക് 4 കൊല്ലം പഠിച്ചിട്ട് ഫൈനൽ ഇയർ പ്രൊജക്റ്റിൽ മാത്രമാണ് ഒരു സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്തത്. അതെ, ആ ഒരു കരിക്കുലം ഫോളോ ചെയ്ത ആളോടാണ് ഫസ്റ്റ് ഡെയിലി പറയുന്നത്. ആദ്യത്തെ വീക്ക് എവിടെ നിന്നാണോ ഇവർ എൻഡിൽ എത്തിയത് അവിടെ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യണത്. അത്രയും അഡ്വാൻസ്മെന്റ് ആണ്. അപ്പം നമ്മളിവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അവിടുത്തെ ഓട്ടോമൊബൈൽ കോഴ്സ് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയാൽ എന്തായിരിക്കും സ്ഥിതി? ടെക്നിക്കൽ നോളജ് അവർ നോക്കുന്നത് അതാണ്. അവർക്ക് വേണ്ട എക്സ്പേർട്ടൈസ്, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട എക്സ്പേർട്ടൈസ് അവരുടെ ബാച്ചിലേഴ്സിൽ പഠിപ്പിച്ച എക്സ്പേർട്ടൈസ് ആണ്, വിച്ച് ഇസ് നോട്ട് ഗോണ ഹാപ്പൻ ഇൻ ഇന്ത്യ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു എക്സ്പേർട്ടൈസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം ആ പ്രിപ്പറേഷൻ ഇവിടുന്ന് ചെയ്ത് പോകാത്ത ഒരാൾ ഉറപ്പായിട്ടും ഹീസ് ഗോണ സഫർ അറ്റ് വൺ പോയിന്റ് ഓഫ് ദ അതർ. അതായത് നമ്മളെ ഇവിടെയുള്ള ആ ഒരു 6 മന്ത് നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ് എന്നുള്ള ശരിക്കൊരു പ്രിപ്പറേറ്ററി തന്നെ അവരത് കാണണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അതായത് നിങ്ങൾക്ക് 2 വർഷമാണ് മാസ്റ്റേഴ്സ് എങ്കിൽ ആദ്യത്തെ 6 മാസം നിങ്ങൾ അതിനൊരു പ്രീ മാസ്റ്റേഴ്സ് ഫേസ് ആയിട്ട് കാണും, അതിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തും. ആ പ്രിപ്പറേഷൻസ് ഒരിക്കലും IELTS APS പെടില്ല കേട്ടോ, അതിനെ വേറെ തന്നെ നിർത്തണം. ഇത് കഴിഞ്ഞിട്ട് ഈ കോഴ്സിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കണം ഈ ഒരു പ്രീ മാസ്റ്റേഴ്സ്. ജർമ്മൻ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അറ്റ് ദ സെയിം ടൈം വേണമെങ്കിൽ മേ ബി ഇൻറ്റേൺഷിപ്സ് കൊണ്ടുവരാം. പിന്നെ നമ്മളടുത്തേക്ക് വരുന്ന സ്റ്റുഡൻറ്റിന് ഇതെല്ലാം ട്രാൻസ്പാരൻ്റ് ആണല്ലോ. അവർ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരറിയുന്നുണ്ട്. അവരും കൂടി ഇരുന്നിട്ടാണല്ലോ നമ്മുടെ കൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. സഡൻ സർപ്രൈസസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ഓഫർ ലെറ്റർ എടുത്തിട്ട് ഇതാ പോയിക്കോ, നിങ്ങൾക്ക് കയറി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. റൈറ്റ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെയും കൂടെ ഇരുത്തിയിട്ടല്ലേ കോഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സ് മോഡ്യൂൾസ് ഇവർ നോക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം കോഴ്സ് മോഡ്യൂൾ വായിച്ചാൽ മനസ്സിലാവുമല്ലോ ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്നുള്ളത്. റൈറ്റ്. അതായിരിക്കണം അവർ ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ് ആക്ച്വലി. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ചതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് എൻക്വയറി വരുന്നുണ്ട്. ആ എൻക്വയറി ചെയ്യുന്ന അധികം ആൾക്കാരും 50%, 55% വെച്ചിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എടുത്ത് തരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വി ഡോണ്ട് ഡു ഇറ്റ്. അങ്ങനെയുള്ള ആൾക്കാർ ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ യു. ഇത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഒരു CGPA ഒരു 7.75% താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജർമ്മൻ ഗ്രേഡിൽ 2.3 കുറവാണെന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ യു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ഓഫർ ലെറ്റർ എടുത്തിട്ട് നിങ്ങളവിടെ കയറ്റി വിട്ടിട്ട് അവിടെ നിന്നുള്ള കഷ്ടപ്പാട് കേൾക്കാൻ എനിക്ക് പറ്റില്ല അല്ലേ. നമ്മളെല്ലാവരുടെ പറയുന്നൊരു കാര്യം അതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ഇൻടേക്കിൽ അല്ലെങ്കിൽ 3 ഇൻടേക്കിലേക്ക് പോയിട്ടുള്ളൊരു 200+ സ്റ്റുഡൻസ് ആരും വിളിച്ചിട്ട് ഇതുവരെ നമുക്കിവിടെ ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ, നിങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളല്ലാതെ ഞാനിവിടെ ഫേസ് ചെയ്യുന്നത് വേറെ ഇഷ്യൂ ആണ് നമ്മൾ ആരുടെ അടുത്തും കേട്ടിട്ടില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ജർമ്മനിയിൽ നിന്ന് വരുന്ന കോൾസ് ആണെങ്കിലോ, ചേട്ടാ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരുമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാറ്റി തരുമോ എന്ന് വെച്ചിട്ടല്ലേ വിളിക്കുന്നത്. സോ ദാറ്റ് ലൈസ് ദ ഡിഫറൻസ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവാണ് അല്ലെങ്കിൽ ഒരു ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ നോക്കുന്നത്, എങ്ങനെയെങ്കിലും ജർമ്മനിയിലേക്ക് കയറി പോകണം എന്നാണ് നോക്കുന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ യു അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സപ്പോർട്ട് സർവീസ് ഉണ്ട്. ആ സപ്പോർട്ട് സർവീസ് വെച്ചിട്ട് അവർക്ക് ഒറ്റയ്ക്ക് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാം. ഇപ്പോൾ അവർ പോകുന്ന യൂണിവേഴ്സിറ്റി കുറച്ച് റിമോട്ടായിട്ടുള്ള ലൊക്കേഷനാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ ഗിവ് ടു ദം ഇസ് ആക്ച്വലി ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാം. അതിനനുസരിച്ചിട്ട് അവരുടെ സ്റ്റേയും അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യട്ടെ. ലെറ്റ് ദം അപ്ലൈ ടു ദ യൂണിവേഴ്സിറ്റീസ് ബൈ ദം സെൽഫ് അല്ലേ. നമ്മൾ എൻഡ് ടു എൻഡ് ഹാൻഡിൽ ചെയ്യുന്ന പ്രോസസ്സാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നോക്കുന്നത് നിങ്ങളുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. യു ആർ പേയിങ് ദിസ് മച്ച് മണി ടു മീ. ആ സമയത്തേക്ക് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ എഡീഷന് വേണ്ടിയിട്ട് വാട്ട് യു ആർ ഗോണ ഡു. ഈ എമൗണ്ട് ഇതായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യു കം ടു മീ അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ജർമ്മനിയിൽ എത്തിക്കാൻ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെ നമ്മളെ അടുത്തേക്ക് വരണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പല കേസിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിളിക്കും 60 or 64% ആയിരിക്കും ഗ്രേഡ് ഉണ്ടാവുക. അവർ പറയും, ഞാൻ പറയും ഇത്
എളുപ്പമല്ല. ഞാൻ ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നില്ല, പക്ഷേ അതിൻ്റേതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അടുത്ത വഴിക്ക് സ്റ്റുഡൻറ്റ് ചോദിക്കും, മറ്റേ കൺസൾട്ടൻസി പറഞ്ഞല്ലോ, ദെൻ യു ഗോ ടു ദം. ഇൻസ്റ്റയിൽ കണ്ടല്ലോ. അതെ, ഇൻസ്റ്റയിൽ കണ്ടല്ലോ, യു ഗോ ടു ദം. റൈറ്റ്, ഐ ആം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ഫോർ യു. ദാറ്റ് ഈസ് ദ പെർസ്പെക്റ്റീവ് വിച്ച് വി ആർ ഗിവിങ്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രീമിയം ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു അക്കാദമിക് അപ്രോച്ചാണ്. അതിന് താല്പര്യമുള്ള ആളുകൾ മാത്രം കം ടു അസ്. ഓക്കെ, റൈറ്റ്. ഇപ്പം നമ്മുടെ ഈ പാക്കേജിനെ പറ്റി പറഞ്ഞു വന്നപ്പോൾ നമുക്ക് സ്റ്റുഡൻസായിട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നതാണ് നമ്മുടെ പാക്കേജ് അത്യാവശ്യം ഹൈലി കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുണ്ടല്ലോ, കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, ആ ഒരു രീതിയിൽ. അപ്പോൾ ആ ഒരു ഇതിനുള്ള സാറിൻ്റെ കമൻറ്റ് എങ്ങനെയാണ് അതിന്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രീമിയം അപ്രോച്ച് തന്നെയാണ്, ഒരു അക്കാദമിക് അപ്രോച്ച് തന്നെയാണ്. ഇത് കോസ്റ്റ് ഹൈ ആണ് എന്ന് പറയുന്ന സമയത്തേക്ക് ഐ ആം സീയിങ് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഓൺ ആൻ ആവറേജ് കേരളത്തിൽ ചാർജ് ചെയ്യുന്നത് 2.5 lakhs ആണ്. അപ് ടു 9.5 lakhs വരെ ഞാൻ കണ്ടിട്ടുണ്ട്. 9.5 lakhs ഫോർ എ പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ. റൈറ്റ്, അത് കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് മേ ബി എനിക്ക് തോന്നുന്നു 2020-21 സമയത്ത് സർവീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് വളരെ മിനിമലായിരുന്നു കോസ്റ്റ്. അന്നൊക്കെ ഈവൻ ഫോർ ദാറ്റ് മാറ്റർ കഴിഞ്ഞ വർഷമാണെങ്കിലും ഞാൻ ഫേസ് ചെയ്തിരുന്നൊരു പ്രശ്നം, കോസ്റ്റ് കുറവാണല്ലോ, അപ്പോൾ ഇവർ കൊടുക്കുന്ന സർവീസിൽ എന്തോ പ്രശ്നമുണ്ട്, ഇവർക്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. മേ ബി ഫോർ എ ബ്രാൻഡഡ് കൺസൾട്ടൻസീസ് ദേ ഗോ ടു ദം. പിന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് പറ്റിക്കപ്പെട്ടിട്ട് അഗൈൻ ദേ കം ബാക്ക് ടു അസ്. അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. പേരൻസ് ആണ് മെയിനായിട്ട് ഈ എമൗണ്ടിൻ്റെ കേസിൽ, കുറഞ്ഞ എമൗണ്ട് ആണെങ്കിൽ അതെ സർവീസ് മോശമായിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ആൾക്കാരുടെ മൈൻഡിൽ ഒരു ഭയങ്കര ഹൈപ്പുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റി ഇത് ഇങ്ങനെയായിരിക്കണം, ഇത് ഇങ്ങനെയാണ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കൺസൾട്ടൻസീസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ഹൈപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് അവർ സർവീസസ് ലൈക്ക് ദാറ്റ്. ഇഫ് യു ആർ ഗോണ ടേക്ക് ഇറ്റ്, ഇഫ് യു വാണ്ട് ടു ടേക്ക് ഇറ്റ്, ദിസ് ഇസ് ഹൗ വിൽ ബി വർക്കിംഗ് ടുഗദർ. അത് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി. ഓക്കെ, ഇതിലിപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പാക്കേജിൽ വരികയാണെങ്കിൽ നമ്മൾ അതിലുള്ള ഡിഫറൻസ് നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് നമുക്ക് എന്നാലും ഇപ്പോഴും വളരെയധികം ആൾക്കാർക്ക്, കാരണം അസിസ്റ്റൻസിനാകെ ഇത്രേ ഉള്ളൂ, ഫുൾ പാക്കേജ് ആകുമ്പോൾ ഇത്ര വലിയൊരു എമൗണ്ട് വരുന്നു, ആ ഒരു എപ്പോഴും ആ ഒരു ഡിസ്കഷൻ നമുക്കുണ്ടല്ലോ. അതെ, അതിനുള്ളൊരു നമുക്ക് എങ്ങനെ അത് ഒന്നാമത്തെ ഒരു കൺസേൺ എന്താ, അസിസ്റ്റൻറ്റ് പാക്കേജിലാണെന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി. കോസ്റ്റ് കണ്ടിട്ട് ഇത് ഒരിക്കലും വരരുത്. ഡെഫിനറ്റായിട്ടും ആ കോസ്റ്റിലുള്ള അത്ര തന്നെ ഡിഫറൻസ് സർവീസസിലും അവരുടെ എഫേർട്ടിലും ഉണ്ടാവും. നമ്മൾ ഇത്രയധികം എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ വി ആർ ഷോർട്ട് ലിസ്റ്റിംഗ് സം 10 to 12 യൂണിവേഴ്സിറ്റീസ്. 12 യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റൈറ്റ് 12 മോട്ടിവേഷൻ. അതും ഓരോ കോഴ്സിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും വേണ്ടി വരിക. ഓരോ കോഴ്സിനും വേണ്ടതായിട്ടുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. പിന്നെ ഈ ഓരോ ആപ്ലിക്കേഷൻ പ്രോസസ്സും വി ഹാവ് ടു സിറ്റ് എ റിസോഴ്സ്. ഇതിൻ്റെ ഡെഡ് ലൈൻ മിസ് ഔട്ട് ആവാതെ നോക്കണം, കൃത്യമായിട്ട് പേയ്മെൻറ്റ് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം, എപ്പോഴും ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഏത് സമയത്തും അവിടെ നിന്ന് മെയിൽ വരും. അപ്പം ചിലതൊക്കെ കണ്ടിട്ടില്ലേ, രാത്രിയൊക്കെ നമുക്ക് മെയിൽസ് വരുന്നത്, നമ്മൾ രാത്രിയൊക്കെ ഇരുന്നിട്ട് സ്റ്റുഡൻസിന് റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട്. ഈ പ്രോസസ്സ് മുഴുവനായിട്ട് എടുത്തിട്ട്, അതായത് ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ എടുത്തിട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ബാലൻസിങ് യുവർ അതർ തിങ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യു ഗോ ഫോർ ദ സപ്പോർട്ട് സർവീസ്. നമ്മളിപ്പോൾ കൊച്ചിയിലും കൂടെ ഓഫീസ് എത്തിയതിന് ശേഷം ഒരുപാട് IT പ്രൊഫഷണൽസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പല ആൾക്കാരും കോസ്റ്റിൻ്റെ കേസിൽ കേൾക്കുമ്പോൾ സപ്പോർട്ട് സർവീസ് ചോദിക്കാറുണ്ട്. എൻ്റെ ഇപ്പം നമ്മുടെ ഒരു കഴിഞ്ഞ വർഷത്തേക്ക് ഒരു സിനാരിയോ അനുഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT പ്രൊഫഷണൽസിന് സപ്പോർട്ട് സർവീസ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. അവർക്ക് ഈ ഇത്രയും ലോങ് വർക്കിംഗ് അവേഴ്സ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് രാത്രി വന്നിട്ട് ഇത് ചെയ്യാമെന്നൊന്നും പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. വെറുതെ അവർ സമയം കളയാമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു 9ഉം 9.2 CGPA വരെയുള്ള ആൾക്കാർ വരെ 1-2 അഡ്മിഷൻ മിസ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്. ഡെഡ് ലൈൻ മിസ് ആയിട്ട് പോവുക, എല്ലാം പ്രോപ്പർ ആവാതിരിക്കുക, എഴുതാതിരിക്കുക, തലേന്ന് വിളിച്ചിട്ടായിരിക്കും ഇത് ഞാൻ എന്താ എഴുതേണ്ടതെന്ന് ചോദിക്കുക. നേരത്തെ പ്ലാൻഡ് ആയിരിക്കും, ബട്ട് ഒരിക്കലും അവർക്കത് എഴുത്ത് നടക്കില്ല. അത് ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആകെ ഒരു വീക്കെൻഡ് ആയിരിക്കും ഇവരൊന്ന് ഫ്രീ ആവാം. അത്രയ്ക്കും ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അത്രയും ഫോക്കസ്ഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ശരിക്കും നല്ലതാണ്. ഇത് നമ്മൾ ഇവരെ അങ്ങോട്ട്, ഇതിപ്പോൾ ഇവരെ ജർമ്മനിക്ക് വിടുക എന്നുള്ളത് നമ്മളെ ആവശ്യം പോലെയാണ് ആക്ച്വലി. റൈറ്റ്. സോ അത് ഐ ഡോണ്ട് തിങ്ക് സോ ദാറ്റ് ഇസ് ലൈക്ക് ഫീസിബിൾ. അങ്ങനെ പറയാം. നമ്മൾ നേരത്തെ സയൻസിൻ്റെ കേസ് പറഞ്ഞു, എഞ്ചിനീയറിംഗ് പറഞ്ഞു. ഈ മാനേജ്മെൻറ്റ് സൈസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻക്വയറി വരുന്നത് BCom BBA കഴിഞ്ഞ ആൾക്കാർ. നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ പ്രിപ്പറേഷൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാറുണ്ടല്ലോ, കാരണം കോഴ്സ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ ഒരു പ്രോസസ്സ് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇനി പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, ഇപ്പോൾ IELTS 7 കുറേ കോഴ്സുകൾ ചോദിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അധികം കോഴ്സസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇവരുടെ എക്സാംസ് ഒക്കെ പ്രസൻറ്റേഷൻ പോലെയാണ്. ക്ലാസ്സിൻ്റെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക. ഇവരൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് കണ്ടന്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ഒന്നും നടപടിയാവുന്നില്ല. സോ അങ്ങനെയുള്ള കോഴ്സസ് പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രിപ്പറേഷനും കൂടെ അവരൊന്ന് ചെയ്യുക എന്നുള്ളതാണ്.
നോ യുവർ കോഴ്സ്. ഓക്കെ. അതാണ് മെയിനായിട്ടുള്ള ഒരു എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്. ഇപ്പം നിങ്ങൾക്ക് ലിങ്ക്ഡിൻ അവൈലബിൾ ആണ്, ഇൻസ്റ്റാഗ്രാം അവൈലബിൾ ആണ് അല്ലേ. ഇവരോടൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ചേട്ടാ ഈ കോഴ്സ് അവിടെ പഠിക്കുന്ന ആളോട് ചോദിച്ചു, ചേട്ടാ ഈ കോഴ്സ് അല്ലെങ്കിൽ ചേച്ചി ഈ കോഴ്സ് എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് ചോദിക്കുന്നതിന് ദർ ഇസ് നോ ഹാം. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഭാവിയാണത്, അത് നിങ്ങൾ തന്നെ വേണം തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. സോ ആ രീതിയിലേക്ക് ആയിരിക്കണം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. നമുക്ക് ഇനി അടുത്തൊരു കേസിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ അഡ്മിഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു, അങ്ങനെ കോഴ്സസ് ഒക്കെ പറഞ്ഞു. ഡെഫിനറ്റ്ലി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റ് ലാൻഡിങ് സർവീസസ്. നിങ്ങൾ പോസ്റ്റ് ലാൻഡിങ് എന്തൊക്കെ ചെയ്തു തരും? പാർട്ട് ടൈം ജോബ് എടുത്തു തരുമോ? അക്കോമഡേഷൻ ശരിയാക്കി തരുമോ? എയർപോർട്ടിൽ വന്നിട്ട് പിക്ക് ചെയ്യോ? ഇതൊന്നും നമ്മൾ കൊടുക്കില്ല. ഇതൊന്നും നമ്മുടെ സർവീസസിൽ ഇൻക്ലൂഡഡേ അല്ല. ആക്ച്വലി അതിൻ്റെ അർത്ഥം നമ്മളിതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല കേട്ടോ. വാട്ട് വി ക്യാൻ ഡു ഇസ് ആക്ച്വലി ഞങ്ങളുടെ ജോലി അക്കാദമിക് പെർസ്പെക്റ്റീവിൽ ഇത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഗെറ്റിംഗ് ആൻ ഓഫർ ലെറ്റർ, ഒരു അഡ്മിഷൻ, അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വി ടേക്ക് കെയർ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റീസിലൊക്കെ അത്രയധികം സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു പ്രോമിസ് ആയിട്ട് ഞങ്ങൾ ഇത് ചെയ്തു തരും, നിങ്ങൾക്ക് അവിടെ പാർട്ട് ടൈം ആക്കിയിട്ട് ചെയ്തു തരും, അല്ലെങ്കിൽ എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ പിക്ക് ചെയ്ത് ഫ്ലാറ്റിൽ കൊണ്ടാക്കി തരും, നത്തിങ്. വി ഡോണ്ട് ഡു എനിത്തിങ് ഓഫ് ദാറ്റ്. വാട്ട് വി ട്രൈ ടു, ഇത് ഇൻ വേർഡിലും ഞാൻ ആരോടും പറയാറില്ല, ഇൻ റൈറ്റിങ്ങിലും ആർക്കും കൊടുക്കാറില്ല. അതല്ല നമ്മുടെ സർവീസസ്. ആക്ച്വലി വി ആർ വർക്കിംഗ് ഓൺലി ഓൺ ദ അക്കാദമിക് പെർസ്പെക്റ്റീവ്. പക്ഷേ നമ്മൾ അവിടെയുള്ള സ്റ്റുഡൻസിനെ വെച്ചിട്ട് ഉറപ്പായിട്ട് ഇപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഫീമെയിൽ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ പിക്ക് ചെയ്യാൻ പോകാറുണ്ട്, അക്കോമഡേഷൻ റെഡിയാക്കി കൊടുക്കാറുണ്ട്. നമ്മുടെ തന്നെ സ്റ്റുഡൻസ് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ വാട്ട് ഐ ബിലീവ് ഇൻ ഇസ് ആക്ച്വലി അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ. ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം വരുന്ന വളരെ ക്വസ്റ്റ്യൻ ആണ് ഡിപ്പെൻഡൻറ്റ് വിസ. ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ അവിടെ പോയ ആൾക്കാർ നമ്മൾ ലാസ്റ്റ് ടൈം അഡ്രസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചധികം ചേഞ്ചസ് ഇപ്പം പിന്നെയും അതിൽ വരുന്നുണ്ട്. റീസെന്റ് നമുക്കൊരു വിസ 20 ദിവസം കൊണ്ട് എങ്ങനെ കിട്ടി? 20 ദിവസം കൊണ്ട് കിട്ടി. ഇപ്പോൾ ഒരു ആളത് 7 ദിവസം കൊണ്ട് അത് അപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ അത് എഗെയിൻ നമുക്ക് ഒരിക്കലും അതിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല, ഇതിങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഇപ്പൊ കിട്ടിയതൊക്കെ ബെർലിനിലുള്ള വിസയൊക്കെ ഏകദേശം 7 ദിവസം 10 ദിവസം കൊണ്ടൊക്കെ നമുക്ക് കിട്ടും. ഡിപ്പെൻഡന്റ് വിസക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് അത് ഐഡിയ ഇല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുന്ന ആൾക്ക് A1 വേണം. അതറിയാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർ ഇത് അപ്ലൈ ഒക്കെ ചെയ്ത് ആലോചിക്കുമ്പോഴേക്കും അല്ലേ ശരിക്കും A1 വേണം. നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതോ ഒരാൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളടുത്ത് ചോദിച്ചല്ലേ A1 അറിയില്ലായിരുന്നു അല്ലേ. അയൽസ് വേണ്ട. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയാണ് ശരിക്കും അത് വേണ്ടത്. നമുക്ക് ഡെഫിനറ്റ് ടൈം ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും. ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബെർലിനിൽ ഇത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് കിട്ടാത്ത നമ്മുടെ 6 മാസം വെയിറ്റ് ചെയ്ത ആൾക്കാർ, ന്യൂറംബർഗിൽ 6 മാസം വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. സോ നമുക്ക് ഡിപ്പെൻഡ് വിസ പോസിബിൾ ആണോ ചോദിച്ചാൽ പോസിബിൾ ആണ്. ബട്ട് നമ്മൾ അവിടെ എത്തി ഒരു 3 to 4 months എന്തായാലും മിനിമം വേണ്ടി വരും. കാരണം നമുക്കൊരു പാർട്ട് ടൈം ജോബ് വേണം. പിന്നെ നമ്മൾ അക്കോമഡേഷൻ വേറെ സെപ്പറേറ്റ് അക്കോമഡേഷൻ എടുക്കണം. ദെൻ നമ്മുടെ RP കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 3 to 6 months ഇടയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പോസിബിൾ ആണോ സംഭവം? പോസിബിൾ ആണ്. അതായത് നമുക്ക് മക്കളെ ചൈൽഡിനെയും കൂടി കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോയ കുട്ടി അവർക്കൊക്കെ വിത്ത് ചൈൽഡാണ്. ചൈൽഡ് ആകുമ്പോൾ നമുക്ക് വെച്ചാൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം, ബ്ലോക്ക്ഡ് എമൗണ്ട് വരും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ബ്ലോക്ക്ഡ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ള രീതിയിലും അങ്ങനെ ഒരു മെയിൽ ഉണ്ടായിരുന്നു. അതായത് 994 ഉള്ളത് അവർക്ക് 1054 ആക്കിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ അത് എനിക്ക് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു അപ്ഡേഷൻ ഉണ്ടെന്നുള്ള, അതായത് അത് അവർക്ക് വന്നു വെച്ചാൽ അവിടുത്തെ ഓഫീസ് നമ്മുടെ ഔസ്ലാൻഡർ ബഹോഡയിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ജാനുവരി ഓൺവേർഡ്സ്. അതായത് ജനുവരി 2025 ഓൺവേർഡ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ. ഇനി ലാസ്റ്റിലേക്ക് നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ വൈ എൻ മൈൻസ്, എന്തിനിപ്പോൾ ജർമ്മനി പോകുന്ന ഒരാൾ എൻ മൈൻസിനെ ചൂസ് ചെയ്യണം? ഇത് നമ്മളൊക്കെ തോന്നുന്നു മുമ്പും പറഞ്ഞിട്ടുള്ള ഒന്ന്. അത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഓൺലി ഡീലിംഗ് വിത്ത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസ് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പം ഇത് ചെയ്തെടുക്കാനുള്ള ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടൈസ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ടീം നമ്മളെടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ചോദ്യം, ഈ ഒരു ഇത് കണ്ടിട്ട് നമ്മളടുത്ത് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് എല്ലാവർക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ 55 ഒക്കെ വെച്ചിട്ട് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല, നമ്മളത് ഡീൽ ചെയ്യുന്നേ ഇല്ല. നമുക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 75% ജർമ്മൻ ഗ്രേഡ് ഒരു 2.3 ഉള്ള ആൾക്കാരാണ് നമ്മളുടെ റൈറ്റ് ക്ലയൻസ്. അവരുടെ ഒരു റൈറ്റ് കൺസൾട്ടൻറ്റ് ഞാനാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമുക്ക് വർക്കൗട്ട് ചെയ്ത്, അതായത് ഈ രീതിയിലേക്ക് അതിനെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും ഒരു ഓഫർ ലെറ്റർ എടുത്ത് തരാം, വി ആർ നോട്ട് മെൻറ്റ് ഫോർ ദാറ്റ്. അങ്ങനെ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല.
അപ്പം നമ്മളുടെ ഒരു എക്സ്പേർട്ടൈസ് ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടൈസ് ഐ ആം ലിവറേജിങ് ഫോർ ദിസ് ആൻഡ് ആ ടീമിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഓൾറെഡി ഇത്രയും സ്റ്റുഡൻസ് ജർമ്മനിയിൽ ഉള്ളതുകൊണ്ട് അവരുടെ അടുത്ത് നിന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിൻ്റെ കേസിലാണെങ്കിലും കോഴ്സിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില കേസിൽ സ്റ്റുഡൻസ് നമ്മളടുത്ത് പറയാറുണ്ട്, ചേട്ടാ ഇങ്ങോട്ട് കുട്ടികളെ വിടണ്ട, കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്ത ഇൻടേക്ക് ഔട്ടിട്ട് നമ്മൾ പാരൻസിൻ്റെ അടുത്ത് അത് പറയും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പറയും, നമ്മളങ്ങനെ പോകേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു അക്കാദമിക് പെർസ്പെക്റ്റീവിലേക്ക് വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മാത്രം യു ഷുഡ് സെലക്ട് ഇൻ മൈൻഡ്സ്. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ. ഓക്കെ, താങ്ക് യു.